സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ദിവസ വേതനം 530 രൂപയായി വർദ്ധിപ്പിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും www.janakshemamedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത്, തൊഴിലുറപ്പ് ജോലിക്കാർക്ക് പോലും കിട്ടാത്ത ദിവസ വേതനമാണ് ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ, അതായത് ശിക്ഷ അനുഭവിച്ചു കിടക്കുന്ന ജയിലറകളിൽ കഴിയുന്ന തടവ് പുള്ളികൾക്ക് ലഭിക്കുന്ന ദിവസ വേതനം എന്ന് പറയുന്നത്. KSRTC ജീവനക്കാർ അടക്കം പട്ടിണിയെടുത്ത് ജനസേവനം നടത്തുമ്പോൾ ക്രിമിനലുകൾക്കും നൽകുന്ന പരിഗണന പോലും സർക്കാർ നൽകുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. നാട്ടിലെ എല്ലാ പാർട്ടികളുടെയും യൂണിയനുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തും സത്യാഗ്രഹം നടത്തിയും പിരിവെടുത്തും പുട്ടടിച്ചും നിന്നിട്ടും അവകാശങ്ങൾ മാത്രം അംഗീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ഒരു യൂണിയന്റെയും പിൻബലമില്ലാത്ത നിയമപരമായി ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ തന്നെ വേതനം വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്നു. യൂണിയൻകാർക്കൊന്നും ഒരു വിലയുമില്ല എന്ന് തന്നെ പറയാം. 10 വർഷം KSRTCയിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരനും 10 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ച തടവുകാരനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു യൂണിയന്റെയും ഇടപെടൽ ഇല്ലാതെ തടവുകാരന് കിട്ടുന്നത് ലക്ഷങ്ങളാണ്. എന്നാൽ യൂണിയന്റെ എല്ലാ ഇടപെടലുകളും KSRTC ജീവനക്കാരന് കിട്ടുന്നതോടെ അടിമപ്പണിയും ആനുകൂല്യങ്ങൾ ഇല്ലാതെ ശമ്പളം മാത്രം, അതും ഔദാര്യം പോലെ. KSRTCക്ക് അനുവദിക്കുന്ന തുകയുടെ കണക്കുകൾ ധനവകുപ്പ് പ്രസിദ്ധീകരിച്ചേ നൽകൂ എന്നും വാശിയുണ്ട്. എന്നാൽ ജയിൽ തടവുകാർക്ക് നൽകുന്ന തുക പ്രസിദ്ധീകരിക്കാതെ നൽകും. ഇതാണ് വ്യത്യാസം. KSRTC ജീവനക്കാരനെയും ജയിൽ തടവുകാരനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം KSRTC ജീവനക്കാർ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. 10 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു തടവുകാരന് കിട്ടുന്ന ലക്ഷങ്ങളുടെ കണക്ക് കേട്ടാൽ കണ്ണു തള്ളിപ്പോകും. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ സ്വന്തം കാറ് ബുക്ക് ചെയ്താൽ അതിൽ വീട്ടിലേക്ക് പോകാൻ തടവുകാരന് കഴിയുന്ന തരത്തിലാണ് വേതനം ഇപ്പോൾ വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നവർക്കാണ് കൂടുതൽ ഗുണം. കാരണം കുറഞ്ഞ 10 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം ജയിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നല്ല നടപ്പും പരിഗണിച്ച് പുറത്തുവിടണമോ എന്ന് സർക്കാരിന് തീരുമാനിക്കാം. 3 തരത്തിലാണ് ജയിൽ പുള്ളികൾക്ക് വേതനം നിശ്ചയിച്ചിരിക്കുന്നത്: സ്കിൽഡ്, അതുപോലെ തന്നെ സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. ഇതിൽ സ്കിൽഡ് തടവുകാർക്കാണ് ഏറ്റവും കൂടുതൽ വേതനം. ഇവർക്ക് 7 വർഷം മുമ്പ് 152 രൂപ മാത്രമായിരുന്നു നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ 620 രൂപയായി ഉയർത്തിയത്. സെമി സ്കിൽഡ് തടവുകാർക്കുള്ള വേതനം 127 രൂപയിൽ നിന്നാണ് 560 രൂപയാക്കിയത്. ഇപ്പോൾ വർദ്ധിപ്പിച്ച തുക അനുസരിച്ച് 10 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന ആളുടെ ബാങ്ക് ബാലൻസ് ആണ് KSRTC ജീവനക്കാരെ കരയിക്കുന്നത്. ആ ഒരു കണക്ക് ഒന്ന് പരിശോധിക്കുക തന്നെ വേണം. 530 രൂപ വെച്ച് ഒരു മാസത്തേക്ക് കണക്കാക്കിയാൽ 15,900 രൂപ ലഭിക്കും. ഇതൊരു വർഷത്തേക്കാണെങ്കിൽ 1,90,800 രൂപ. 10 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ 19,80,000 രൂപയാണ് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത്. 630 രൂപ ഒരു ദിവസ വേതനം ലഭിക്കുന്ന ജയിൽ പുള്ളിക്ക് 10 വർഷം തടവ് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ 22,32,000 രൂപ ബാങ്ക് ബാലൻസുമായി ജയിലിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് നാളെ കേരളത്തിലും അവധി. സംസ്ഥാനത്തെ 6 ജില്ലകൾക്കാണ് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് അവധി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. തമിഴ്നാട് പൊങ്കലിനോട് അനുബന്ധിച്ച് നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 10 മുതൽ 16 വരെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. 15 വരെ ആദ്യം അവധി പ്രഖ്യാപിച്ചിരുന്നു. ശക്തമായ ആവശ്യം ഉയർന്നതോടെ ഒരു ദിവസം കൂടി അവധി നൽകുകയായിരുന്നു. തമിഴ്നാടിനൊപ്പം തെലങ്കാനയും പൊങ്കലിന് സമാനമായി നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 17-നായിരിക്കും പൊങ്കൽ അവധി കഴിഞ്ഞ് ഇവിടങ്ങളിൽ സ്കൂളുകൾ തുറക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.